നമസ്കാരം. ജഡ്ജിമാരും മനുഷ്യരാണ്. കോടതികളും മനുഷ്യരാൽ നയിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജിമാർക്കും തെറ്റുപറ്റാം. എന്നാൽ ജഡ്ജിമാർക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്തേണ്ടത് മേൽക്കോടതിയിൽ പോയി പറ്റിയ തെറ്റ് ചൂണ്ടിക്കാണിച്ച് നിയമാനുസൃതം നീതി വാങ്ങിയാവണം. അല്ലാതെ പൊതുസമൂഹത്തിൽ വിചാരണ നടത്തുന്നതും ജഡ്ജിയുടെ തീരുമാനത്തിൻ്റെ പിന്നിൽ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് ആരോപിക്കുന്നതും നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗം എന്ന് വിലയിരുത്തേണ്ടി വരും. ഒരു ജനാധിപത്യ രാജ്യം നിലനിൽക്കേണ്ടത് നീതി വ്യവസ്ഥ നിഷ്പക്ഷത തുടരുമ്പോഴാണ്. തെറ്റുപറ്റിയാൽ മേൽക്കോടതിയിൽ പോവുക മാത്രമല്ല, അല്ലാതെയും തെറ്റാണെന്ന് സഭ്യമായ ഭാഷയിൽ പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ വിധി പ്രഖ്യാപിച്ച ജഡ്ജിയുടെ ഭൂതവും വർത്തമാനകാലവും അന്വേഷിച്ച് അതിനെ സ്കാൻഡലൈസ് ചെയ്യുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നതുവരെ ദിലീപിനെ തള്ളിപ്പറയുകയും ഇരയായ നടിക്കൊപ്പം നിൽക്കുകയും ചെയ്ത മറുനാടൻ എന്തുകൊണ്ടാണ് ചുവട് മാറ്റിയത്? ദിലീപ് പണം നൽകിയിട്ടാണോ എന്നൊക്കെ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവരോട് പറയാനുള്ളത്, ഇരയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞങ്ങൾ. എന്നാൽ കോടതി ഇങ്ങനെയൊരു നിഗമനത്തിലെത്തുമ്പോൾ കോടതിയെ വിചാരണ ചെയ്യുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുറച്ചു വിശ്വസിക്കുന്നു. പുറത്തു നിൽക്കുന്നവർക്ക് ഇതൊക്കെ പറയാം. എന്നാൽ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് അങ്ങനെ എളുപ്പത്തിൽ അത് പറയാൻ കഴിയില്ല. അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞ അതിജീവിതയുടെ അഭിഭാഷിക എന്ന് അവകാശപ്പെടുന്ന TB മിനി വിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതിയിൽ പോലും എത്തിയില്ലെന്നോർക്കണം. അതെന്തുകൊണ്ടാണ്? കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യം അവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട്. അടിവരയിട്ട് പറയട്ടെ, ദിലീപിനെ ഭയന്നിട്ടല്ല, കോടതിയെ ഭയന്നിട്ടാണ് ഞങ്ങൾ നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്നത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നവരെ വിട്ടയച്ചത് വലിയ വിവാദമായി തുടരുകയാണ്. ദിലീപിനെ വിട്ടയച്ച അന്നു മുതൽ കഴിഞ്ഞ 3-4 ദിവസമായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയത് വിട്ടയച്ച കോടതി വിധിയാണ്. അതിജീവിതയ്ക്കൊപ്പം എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു. പലതരത്തിലുള്ള പിന്തുണ പ്രഖ്യാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ഇന്നലെ ശിക്ഷ വിധിച്ചപ്പോൾ അവളെ കൂടി ശിക്ഷിക്കേണ്ടതായിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ഇരയ്ക്ക് കൊടുത്ത 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം അവളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന്. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാവാം അത്തരമൊരു നഷ്ടപരിഹാര പ്രഖ്യാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു നിയമത്തിന്റെ പരിധിയിലാണെങ്കിലും അത് പരിഹസിക്കലായി ഇരയ്ക്ക് തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കഴിഞ്ഞ 8 വർഷക്കാലം തൻ്റെ പണവും സമയവും ചെലവഴിച്ച് ഈ നടി നിയമ പോരാട്ടം നടത്തിയിട്ട് ഒടുവിൽ കിട്ടുന്നത് ബലാത്സംഗം ചെയ്ത 6 പേർക്ക് പോലും ശക്തമായ ശിക്ഷയല്ല എന്ന് വരുമ്പോൾ, അതിന് പ്രതിഫലമായി ലഭിക്കുന്നത് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്ന് വരുമ്പോൾ അപമാനിക്കപ്പെട്ടതായി ഇരയ്ക്ക് തോന്നിയാൽ നമുക്കവരെ കുറ്റം പറയാൻ കഴിയില്ല. വാസ്തവത്തിൽ നിയമത്തിൻ്റെ കുഴപ്പമാണ് ഇത്തരം പ്രഖ്യാപനമെങ്കിൽ നിയമപരിഷ്കാരം പോലും നടത്തേണ്ടതുണ്ട്. ഈ കേസിൽ മാത്രമല്ല, പല കേസുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പിഴത്തുക പലപ്പോഴും ഇരകളുടെ മാനത്തിനുള്ള വിലയായി മാറുന്ന സാഹചര്യമുണ്ട്. ഒന്നുകിൽ പിഴത്തുക ലക്ഷങ്ങളോ കോടികളോ ആക്കി വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ പിഴത്തുക ഒഴിവാക്കണം. ഓർക്കണം, ഈ വിധിയിൽ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് പ്രതികൾ പിഴ അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ തുകയിൽ 5 ലക്ഷം രൂപ ഇരയ്ക്ക് കൊടുക്കണമെന്നാണ്. പ്രതികൾ പിഴ അടയ്ക്കുന്നില്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് കൂടി അവർ ജയിലിൽ കഴിഞ്ഞാൽ മതിയാവും. എന്നാൽ പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിലെ ശിക്ഷാവിധിക്ക് ശേഷം നമ്മളൊക്കെ അത് മറന്നു പോവുകയാണ്. പ്രതികൾ പിഴയടച്ചോ ആ പണം ഇരയ്ക്ക് കൊടുത്തോ എന്നൊന്നും നമുക്കറിയില്ല. പലപ്പോഴും അത് സാധിക്കാറില്ല. കാരണം ജീവപര്യന്തം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ വിധിക്കപ്പെടുന്നവർ പിന്നീട് റെമിഷന് വിധേയരാവുകയും നേരത്തെ തന്നെ ജയിലിന് പുറത്തിറങ്ങുകയും ചെയ്യാറുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കാരണവർ വധക്കേസാണ്. ചെങ്ങന്നൂരിലെ കാരണവരെ കൊന്ന മരുമകൾ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിട്ടും 14 വർഷം പോലും ജയിലിൽ കഴിഞ്ഞില്ല എന്നോർക്കണം. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇരയുടെ മാനത്തിന് വിലയിടുന്നത് നിയമത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ നിയമം പരിഷ്കരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ ഈ അതിജീവിതയുടെ മാനത്തിന് 5 ലക്ഷം രൂപ വിലയിടേണ്ടി വന്ന സാഹചര്യം അതെങ്ങനെയാണെങ്കിലും ഒഴിവാക്കേണ്ടതായിരുന്നു. ദിലീപിനെ വെറുതെ വിട്ടതിന്റെ പേരിൽ കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവരെ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ശകാരിച്ചിട്ടുണ്ട്. തന്റെ ഭൂതകാലവും ഭൗതിക സാഹചര്യവും ഒക്കെ നിങ്ങൾ പരിശോധിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ കോടതിയെ അപമാനിക്കരുത്, നിയമ നടപടിയുണ്ടാവും എന്നാണ് ജഡ്ജി പറഞ്ഞത്. പക്ഷെ അതൊന്നും വിമർശകരെ ബാധിച്ചില്ല. ഇന്നലെ ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ അവരുടെ വിമർശനം കടുപ്പിച്ചു.
ജഡ്ജിയെ പേരെടുത്ത് പറഞ്ഞ് തന്നെയായിരുന്നു വിമർശനം. എന്നാൽ ജഡ്ജിയുടെ സാമ്പത്തിക താല്പര്യത്തെക്കുറിച്ചോ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ചോ ഒന്നും കാര്യമായ പരാമർശം ഇന്നലെ മുതൽ ഉണ്ടായില്ല. ജഡ്ജിയെയും കോടതിയെയും ഏറെ നിർത്തിക്കൊണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയ രംഗപ്രവേശം ചെയ്തത് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് കിട്ടിയ കുറഞ്ഞ ശിക്ഷയുടെ പേരിലാണ്. 10 പ്രതികളിൽ ദിലീപ് അടക്കം 4 പേരെ വിട്ടയച്ചു. 1 മുതൽ 6 വരെ പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു എന്ന ആരോപണത്തിൽ പ്രതികളായ 6 പേർക്കും 20 വർഷം തടവ് ശിക്ഷിച്ചു. ഈ 20 വർഷം കൂട്ടബലാത്സംഗ കുറ്റകൃത്യത്തിന് ചുമത്താവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ്. ഏറ്റവും കൂടിയ ശിക്ഷ മരണം വരെ ജീവപര്യന്തമാണ്. എന്തുകൊണ്ടാണ് കോടതി മരണം വരെ ജീവപര്യന്തം വിധിക്കാതെ 20 വർഷം എന്ന തടവ് വിധിച്ചത് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ കോടതി വലിയ കരുണയും ഇളവും വാത്സല്യവും ഈ കൂട്ടബലാത്സംഗ ഭീകരന്മാരോട് കാട്ടി എന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം. ഈ ആരോപണം സോഷ്യൽ മീഡിയ മാത്രമല്ല, അച്ചടി മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നത്തെ പത്രങ്ങൾ നോക്കുക. മനോരമയുടെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് തീവ്രത കുറഞ്ഞ ശിക്ഷ എന്നാണ്. തീവ്രത കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് പീഡനത്തിന്റെ തീവ്രത അളക്കാൻ CPM ശ്രമിച്ച പശ്ചാത്തലത്തിലാവും. കുറഞ്ഞ ശിക്ഷ എന്നതിനെ മനോരമ ആലങ്കാരികമായി തീവ്രത കുറഞ്ഞ ശിക്ഷ എന്ന തരത്തിൽ വിശേഷിപ്പിക്കുന്നു. മാതൃഭൂമി എഴുതിയത് ആജീവനാന്ത ശിക്ഷ അവൾക്കു മാത്രമെന്നാണ്. അത് വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ്. 7.5 വർഷം ഇതിൻ്റെ പിന്നാലെ നടന്നു, നീതി കിട്ടിയില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. മാത്രമല്ല, ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ഒരു നടി ആജീവനാന്തകാലം മുഴുവൻ അതിൻ്റെ വേദനയും ദുഃഖവും അനുഭവിക്കണം. അതുകൊണ്ടാണ് മാതൃഭൂമി എഴുതിയത് ആജീവനാന്ത ശിക്ഷ അവൾക്കു മാത്രമെന്ന്. കേരള കൗമുദിയുടെ തലക്കെട്ട് കൊടിയ പാതകം കുറഞ്ഞ ശിക്ഷ എന്നാണ്. അതേസമയം ദേശാഭിമാനിക്കും മാധ്യമത്തിനും സുപ്രഭാതത്തിനും മംഗളത്തിനുമൊന്നും അത്തരമൊരു ആശങ്കയും വേദനയും ഇല്ല. സുപ്രഭാതവും മാധ്യമവും അതിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് വഖഫുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതി സ്റ്റേ കൊടുത്തതിനാണ്. ഓർക്കണം, മുനമ്പത്ത് കമ്മീഷനെ വെച്ചതിനെതിരെയാണ് വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ സമിതിയെ നിയോഗിച്ചത് ശരിയാണ്, അവർക്ക് പ്രവർത്തനം തുടരാം എന്ന് പറഞ്ഞ കോടതി അധികമായി കൂട്ടിച്ചേർത്തു ഇത് വഖഫ് നിലനിൽക്കില്ല എന്ന്. വഖഫ് നിലനിൽക്കില്ല എന്ന അധികാര പരിധിയിൽപ്പെടാത്ത പ്രസ്താവന മാത്രമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതേസമയം മുനമ്പം കമ്മീഷന് തുടരാം. എന്നിട്ടും വഖഫ് കാര്യത്തിൽ വലിയ ആവേശമാണ്. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷയേക്കാൾ വലിയ പ്രാധാന്യമാണ് സുപ്രഭാതവും മാധ്യമവും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്രങ്ങൾക്ക് 20 വർഷം തടവ് എന്നതൊരു കുഴപ്പമായി തോന്നുന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. 20 വർഷം തടവ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ തടവാണോ? അല്ല എന്നതാണ് വാസ്തവം. ജീവപര്യന്തം തടവിന് വിധിച്ചാലും 14-15 വർഷമാകുമ്പോൾ പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെ എന്ന് സുപ്രീം കോടതി പല വിധികളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളൊക്കെ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ പോലും അവർ പുറത്താണ്, പരോളിലും ജാമ്യത്തിലുമായി. അവരൊക്കെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് പോലും ഈ ജയിലിൽ കഴിയുന്ന കാലത്താണ്. കാരണവർ വധക്കേസിലെ ഷെറിൻ അടക്കമുള്ള പലരും ജീവപര്യന്തം എന്ന് പറയുമ്പോഴും 14 വർഷം കഴിയുമ്പോൾ ജയിൽ മോചിതരാകുന്നു. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്ക് 20 വർഷത്തിന് പകരം ജീവപര്യന്തമാണ് വിധിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ പൾസർ സുനിയും സംഘവും ഇപ്പോൾ കിട്ടിയ ശിക്ഷയേക്കാൾ മുമ്പ് ജയിലിന് പുറത്തുനിന്ന് ഇറങ്ങുമായിരുന്നിരിക്കാം. നമുക്ക് പറയാൻ കഴിയില്ല. മരണം വരെ എന്ന് പറയുന്ന കേസുകളിലൊക്കെ മരണം വരെ തന്നെ ജയിലിൽ ഇടുന്നുണ്ടോ എന്ന് നമുക്കൊരു ധാരണയുമില്ല. ഓരോ വാർത്തയും നമ്മൾ ആ സമയത്ത് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ 20 വർഷം എന്ന് പറഞ്ഞത് കുറഞ്ഞ കാലയളവാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും മരണം വരെ ജീവപര്യന്തം എന്ന് വിധിക്കണമായിരുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും നിലപാട്. എന്നാൽ ജഡ്ജി പറയുന്നു, സമൂഹത്തിന്റെ പ്രതിഷേധം നോക്കിയല്ല താൻ ശിക്ഷ വിധിക്കുന്നത്. തൻ്റെ മുൻപിലെത്തിയിരിക്കുന്ന തെളിവുകളും സാഹചര്യങ്ങളും രേഖകളും പരിശോധിച്ചാണ്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ചെയ്ത കുറ്റകൃത്യത്തിന് ഇതു മാത്രമാണ് ശിക്ഷ എന്ന് കോടതി പറയുന്നു. പലപ്പോഴും കൊലപാതക കേസുകളിൽ വധശിക്ഷ വിധിക്കാനാണ് നമ്മുടെ രാജ്യത്ത് നിയമം അനുശാസിക്കുന്നത്. എന്നാൽ വളരെ അപൂർവമായി മാത്രമേ വധശിക്ഷ വിധിക്കാറുള്ളൂ. കാരണം വധശിക്ഷ വിധിച്ചാൽ അതിൻ്റെ കാരണം കൃത്യമായി എഴുതി വയ്ക്കണം. ആ കാരണം വ്യക്തതയില്ലാത്തതാണെങ്കിൽ ശിക്ഷ ഇളവ് ചെയ്യാം. അതുപോലെ തന്നെ ആവാം ഒരുപക്ഷെ ജഡ്ജി ഇങ്ങനെ നിഗമനത്തിലെത്തിയത്. എങ്കിലും പൊതുസമൂഹത്തിൻ്റെ പൊതുവികാരം ശിക്ഷ കുറഞ്ഞുപോയി എന്നാണ്. ആ വികാരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ആ വേദനയാണ് അവർ ആശങ്കയോടെ പറയുന്നത്. ആ ആശങ്കയെ ഒരു പരിധിവരെ തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. കോടതിയെ സ്കാൻഡലൈസ് ചെയ്യാതെ, ജഡ്ജിയുടെ മേൽ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിക്കാതെ ഈ വിധിയെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.